Hello, welcome back to our channel. So, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു Warli Art ആണ്. So, ഈ ഒരു ആർട്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് പേപ്പർ ആണ്. അത് നമ്മൾ ഡ്രോയിങ് ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു വാട്ടർ പ്രൂഫ് ജെൽ പെൻ, പിന്നെ ഒരു ബ്രഷ് പെൻ. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. സോ ഇനി നമുക്ക് ബോർഡർ വരച്ചെടുക്കാം. ഞാൻ ഒരു പോർഷന്റെ മാത്രമേ കാണിക്കണുള്ളൂ. ബാക്കി എല്ലാ പോർഷനും ഇതുപോലെ തന്നെ സെയിം പാറ്റേൺ വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. സോ നമ്മൾ ബോർഡേഴ്സിന്റെ ലൈൻസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ആ ബോർഡേഴ്സിന്റെ താഴെ സെയിം ലെവലിൽ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് കൊടുക്കണം. ഇനി അതിനുശേഷം ഈ ട്രയാങ്കിൾസിന്റെ അകത്ത് വേറെ ഒരു ചെറിയ ട്രയാങ്കിൾ കൂടി കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ ഫിൽ ചെയ്തെടുക്കും ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ചെയ്തെടുത്ത ട്രയാങ്കിൾസിന്റെ ഓപ്പോസിറ്റ് പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ആൻഡ് ഒരു സർക്കിൾ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തെടുക്കും. ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ വോർലി പെയിന്റിങ്ങിൽ കണ്ടുവരുന്ന പാറ്റേൺസ് ആണ് കേട്ടോ. സോ ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോർഡറിന്റെ ഔട്ടർ പോർഷനിൽ ഇതുപോലെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള ലൈൻസ് കൊടുത്ത് അതിനകത്ത് വരുന്ന ഒരു പോർഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ കൊടുത്ത് അതിൻ്റെ അകത്ത് ഈ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കൊടുത്തെടുക്കാം. ഞാനിവിടെ ഒരു എസിൻ്റെ ഷേപ്പിലുള്ള പാറ്റേൺ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബോർഡർ ഫിൽ ചെയ്തെടുക്കണം. സോ നമ്മൾ വൺ വീൽ മാത്രമേ വരച്ചിട്ടുള്ളൂ. സെക്കൻഡ് വീൽ എവിടെയെന്നൊന്നും ആരും ചോദിക്കരുത്. കാരണം നമ്മൾ വോർലി പെയിന്റിങ്ങിൽ എപ്പോഴും വൺ വീൽ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ 2 വീൽസ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. സോ നെക്സ്റ്റ് നമുക്കൊരു ഹ്യൂമനെയും അതുപോലെ തന്നെ ഒരു ഓക്സിനെയും വരച്ചെടുക്കാം. സോ നെക്സ്റ്റ് നമുക്കൊരു ഹ്യൂമനെയും അതുപോലെ തന്നെ ഒരു ഓക്സിനെയും വരച്ചെടുക്കണം. സോ ഇത് ഓക്സ് ആണെന്നുള്ളത് എങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ട്രയാങ്കിളിൻ്റെ മുകളിൽ ചെറിയൊരു കേർവ് നമ്മൾ കൊടുക്കും. സോ ഇതാണ് ഓക്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്.
കാരണം ഓക്സിൻ്റെ ഒക്കെ ബാക്കിൽ ഒരു പോർഷൻ ഉണ്ടാവില്ലേ, ആ ഒരു പോർഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഓക്സിനെയും അതുപോലെ തന്നെ കൗവിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഈ ഒരു കാളേനെ കൺട്രോൾ ചെയ്യുന്ന പോലെ കയറും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുക. അതിനുശേഷം ഈ നമ്മുടെ കാളവണ്ടിയിൽ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ചാക്കുകളുടെ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഓവൽ ഷേപ്സ് വരച്ചെടുക്കണം. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സണ്ണാണ്. സണ്ണിനെ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റ്സ് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു താഴെ ഒരു ചെറിയ ചെറിയ പാറ്റേൺസ് ആയിട്ട് പ്ലാന്റ്സ് വരച്ചെടുക്കണം. ചെറിയ 1-2 ബേർഡ്സും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രോയിങ്. സോ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ കൊടുത്ത് ഫിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. സോ നമ്മുടെ വാർലി ആർട്ട് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ടാറ്റാ, ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.